അപ്പടിപ്പോട് റീ റിലീസിൽ 50 ദിനം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അപ്പടിപ്പോട് റീ റിലീസിൽ 50 ദിനം. എല്ലാ ഏരിയാവിലും അയ്യ ഗില്ലിട. 50 കോടി നേടിയ വിജയുടെ ആദ്യ ചിത്രം കൂടിയാണ് ഗില്ലി. അങ്ങനെ ഗില്ലി വീണ്ടും റിലീസിനെത്തിയപ്പോൾ ഉണ്ടായ സംഭവ ബഹുലമായ കഥകളാണിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ദളപതി വിജയ് നായകനായ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് ഗില്ലി. ഇപ്പോൾ തിയേറ്ററുകളിൽ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലൊട്ടാകെ ഗില്ലി എന്ന ചിത്രം. ഇതിനു മുമ്പ് നിരവധി താരങ്ങളുടെ നിരവധി സിനിമകൾ റീ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത വലിയൊരു സ്വീകാര്യതയാണ് ഗില്ലി എന്ന ചിത്രത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതത്ര നിസ്സാരമായ ഒരു കാര്യവുമല്ല. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തുകൊണ്ട് റീ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ഇന്ത്യൻ ചിത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഗില്ലി ഇതിനോടകം തന്നെ. നോക്കണം, ഒരു തമിഴ് ചിത്രം, അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന റീ റിലീസ് ചിത്രങ്ങളിൽ നമ്പർ 1 പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന്. തിയേറ്ററുകളിൽ ചിത്രം 50 ദിനങ്ങൾ കൂടി പൂർത്തിയായി കഴിഞ്ഞതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 50 കോടി നേടിയ വിജയുടെ ആദ്യ ചിത്രം കൂടിയാണ് ഗില്ലി. 27 കോടിക്കടുത്താണ് ചിത്രത്തിന്റെ റീ റിലീസിൽ കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. 320 തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. ധരണിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ പ്രകാശ് രാജ്, ആശിഷ് വിദ്യാർത്ഥി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വിദ്യാസാഗറാണ് ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നത്. 200 ദിവസത്തിലധികമാണ് അക്കാലത്ത് ഗില്ലി പ്രദർശനം നടത്തിയത്. വിജയ് എന്ന നടന്റെ താരമൂല്യം ഗംഭീരമായ വിധത്തിൽ ഉയർത്തിയതും ഈ സിനിമയ്ക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. 2004 ഏപ്രിൽ 16 ഗില്ലിയുടെ ആദ്യ റിലീസ്. കരിയറിന് വലിയ ഒരു കുതിപ്പുണ്ടാക്കിയ ചിത്രത്തിലെ ഗാനങ്ങളിലൊന്ന് തന്റെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൊന്നാണെന്ന് വിജയ് ഒരു അഭിമുഖത്തിൽ വെച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. എന്തായാലും വിജയുടെ ഗില്ലി അങ്ങനെ വലിയൊരു ഓളം തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അടിച്ചു കയറി വന്നിരിക്കുകയാണ് ഇളയ ദളപതിയുടെ ഗില്ലി എന്ന ചിത്രം. അങ്ങനെ 50 ദിനങ്ങൾ പിന്നിട്ടുകൊണ്ടും ചിത്രത്തിന്റെ ഓട്ടം അങ്ങ് പൂർത്തിയാവുകയല്ല, വീണ്ടും തുടരുക തന്നെയാണ്. 27 കോടി കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുന്ന ഈ ചിത്രത്തിന്റെ നേട്ടം ഇനി എത്രയിൽ ചെന്ന് അവസാനിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും പുതിയ രീതിയിൽ റീമാസ്റ്റർ ചെയ്ത് HD അറ്റ്മോസ് ക്വാളിറ്റിയിൽ റിലീസ് ചെയ്യപ്പെട്ട ഈ ചിത്രം വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. ഏതായാലും അടുത്തു വരാനിരിക്കുന്ന ഒരുപാട് തമിഴ് ചിത്രങ്ങൾ, പ്രത്യേകിച്ച് പോക്കിരി പോലെയുള്ള വിജയുടെ ചിത്രമൊക്കെ ഇനി വരാനിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു കുതിപ്പ് തന്നെയാണ് തമിഴ് ഇൻഡസ്ട്രിക്ക് ഇളയ ദളപതിയുടെ ഈ ഒരു പഴയ ചിത്രം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. താരതമ്യേന മിക്ക ചിത്രങ്ങളും പരാജയമടഞ്ഞ വേളയിലാണ് അത്തരത്തിലൊരു വലിയൊരു പരീക്ഷണ നീക്കം തമിഴ് സിനിമാ നിർമ്മാതാക്കളും തിയേറ്റർ പ്രസ്ഥാനക്കാരും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയെടുത്തത്. അതായിരുന്നു ഗില്ലി എന്ന ചിത്രത്തിനുണ്ടാക്കിയ വലിയൊരു പ്രധാനപ്പെട്ട റിലീസ് കാരണം. എന്തായാലും അങ്ങനെ വലിയൊരു നേട്ടം തന്നെ സ്വന്തമാക്കിയെടുക്കാൻ വിജയാണന് സാധിച്ചെങ്കിൽ അത് വിജയാണന്റെ താരമൂല്യം എത്രയാണെന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. ഇനിയും 1-2 സിനിമകളിൽ അഭിനയിച്ച് തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് പരിപൂർണമായിട്ട് രാഷ്ട്രീയ ജീവിതത്തിലേക്ക്, സമൂഹ സേവനത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് ഇളയ ദളപതി വിജയ്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നഷ്ടമാണ് തമിഴ് ഇൻഡസ്ട്രിക്ക് ഈ ഒരു താരത്തിന്റെ പിൻവാങ്ങൽ മൂലം ഉണ്ടാകാൻ പോകുന്നത്. ഏതായാലും അദ്ദേഹം തീരുമാനിച്ച കാര്യം അദ്ദേഹം നടത്തുക തന്നെ ചെയ്യും. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു വാക്ക് ഞാൻ മുടിവ് പന്നിച്ചാൽ പിന്നെ അത് തിരുത്തക്കൂടെ മുതിയാട് എന്ന് പറഞ്ഞുകൊണ്ട് പോക്കിരിയിൽ വന്നതുപോലെ അദ്ദേഹം വീണ്ടും വരികയാണ് പോക്കിരിയുമായി. ഏതായാലും ഗില്ലി പോലെ തന്നെ വലിയൊരു വിജയം തന്നെ പോക്കിരി നേടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.